സാർ, കൊളംബിയയിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വെടിയേറ്റു എന്ന് പറയുന്നു. അപ്പം ഇലക്ഷൻ പ്രചരണമൊക്കെ നടക്കുന്നതിനിടയിലായിരിക്കില്ലേ ഈ ആക്രമണം? അതെ, പ്രചാരണത്തിൻ്റെ ഇടയിലാണ് ആക്രമണം. ഈ അസാധാരണം എന്ന് പറയാം. കാരണം കസ്റ്റഡിയിലുള്ളത് ഒരു 15 വയസ്സുള്ള പയ്യനാണ്. 15 വയസ്സുകാരൻ? 15 വയസ്സുള്ള ഒരു ഗ്ലോക്ക് പിസ്റ്റളുമായിട്ട് 15 വയസ്സുള്ള ഒരു പയ്യനെയാണ് പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ആ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇപ്പം നമുക്കറിയില്ല. ഈ വെടിയേറ്റിരിക്കുന്നത് പ്രതിപക്ഷ സെനറ്റർ, നമ്മൾ MP എന്നൊക്കെ പറയില്ലേ, പ്രതിപക്ഷം. ഈ ഒരു ഇടത് പക്ഷക്കാരനാണ് ഇപ്പോൾ അവിടെ പ്രസിഡന്റ് കൊളംബിയയിൽ. വളരെ കൊളംബിയ സ്വതന്ത്രമായ ശേഷം ആദ്യമാണ് ഇടതുപക്ഷത്ത് നിന്നൊരു പ്രസിഡന്റ് ഉണ്ടായത്. 2 ഊഴമാണ് അവിടെ ഒരു പ്രസിഡന്റിന് ഉണ്ടാവുക. രണ്ടാമത്തെ ഊഴം കൂടി പൂർത്തിയാക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ പ്രസിഡന്റിന് ഇനി മത്സരിക്കാൻ പറ്റില്ല അവിടെ. അപ്പോൾ ഈ ഓപ്പോസിഷൻ സെനറ്റർ മിഗ്വേൽ യൂറിബെ 39 വയസ്സ്. മിഗ്വേൽ യൂറിബെ ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ അവിടെ പ്രസിഡന്റ് ആയിരുന്നു. 1978-82 കാലത്ത് മുത്തച്ഛൻ പ്രസിഡന്റ് ആയിരുന്നു. സീസർ തേബെ അയല എന്നാണ് മുത്തച്ഛൻ്റെ പേര്. അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു. അമ്മൂമ്മ നിഡിയ അവിടെ സോളിഡാരിറ്റി ഫോർ കൊളംബിയ എന്ന് പറഞ്ഞ സംഘടന, അതിൻ്റെ സ്ഥാപകയാണ്. ഈ ഹാർവാർഡിലൊക്കെ പഠിച്ച ആളാണ് ഈ യൂറിബെ, വെടിയേറ്റ ആൾ. 39 വയസ്സ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അമ്മയെ നേരത്തെ ഈ പാബ്ലോ എസ്കോബാർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫുട്ബോൾ ഡ്രഗ് കിങ് പാബ്ലോ എസ്കോബാർ, ആ സംഘം നേരത്തെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. ഇദ്ദേഹം പ്രചാരണം പിന്നെ യൂറിബെ പ്രചാരണം തുടങ്ങിയത് തന്നെ അമ്മ കൊല്ലപ്പെട്ട സ്ഥലത്ത് നിന്നാണ്. അമ്മയെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഇത് ബൊഗോട്ടോ ആണ് കൊളംബിയയുടെ തലസ്ഥാനം. ബൊഗോട്ടോയിലെ ഫോൺ ഡി ബോനി എന്ന് പറയുന്ന പ്രവിശ്യയിൽ ആണ് ഒരു പാർക്കിൽ ആണ് സംഭവം നടന്നത്. പ്രചാരണത്തിൻ്റെ ഇടയിൽ 3 തവണ വെടി ഏറ്റു. അതിൽ 2 എണ്ണവും തലയ്ക്കാണ് വെടിയേറ്റിരിക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയിലുണ്ട്, ക്രിട്ടിക്കൽ ഗുരുതര അവസ്ഥയിലാണ്. പാർക്കിൽ പിന്നിൽ നിന്നാണ് വെടിവെച്ചിരിക്കുന്നത്. അപ്പോൾ തലയുടെ പിന്നിലാണ് 2 വെടിയേറ്റത്. നമുക്ക് ഈ വീഡിയോകൾ കാണാം. തലയിൽ നിന്നിങ്ങനെ ചോര വാർന്നൊഴുങ്ങിയിട്ട് പുറകിലൊക്കെ പടരുന്നത് കാണാം. അപ്പോൾ ഈ പിടിയിലായ പയ്യന്, 15 വയസ്സുള്ള പയ്യന് കാലിൽ പരിക്കുണ്ട്. തോക്ക് പിന്നെ പോലീസുകാർ പിടിച്ചു വാങ്ങുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ കൂടെ, ഈ യൂറിബയുടെ കൂടെ പ്രചാരണത്തിന് 20 പേര് കൂടെ എത്തിയിരുന്നു. അപ്പോൾ കൺസർവേറ്റീവ് ഡെമോക്രാറ്റിക് സെൻറ്റർ എന്നാണ് ഈ യൂറിബയുടെ പാർട്ടിയുടെ പേര്. വലതുപക്ഷ പാർട്ടിയാണ്. അപ്പോൾ മുൻ കൊളംബിയ പ്രസിഡന്റ് അൽവാരോ യൂറിബെ ഉണ്ടാക്കിയ പാർട്ടിയാണിത്. പക്ഷെ ആ യൂറിബയുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമൊന്നുമില്ല. 2 പേരുടെയും പേരിൽ യൂറിബെ എന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അമ്മ പത്രപ്രവർത്തകയായിരുന്നു, ഡയാന ടർബെ. ഈ ഡയാന ടർബെ 1991 കൊല്ലപ്പെട്ടു. അതായത് പാബ്ലോ എസ്കോബാറിൻ്റെ സംഘം, ഡ്രഗ് ലോഡ്, പാബ്ലോ എസ്കോബാറിൻ്റെ സംഘം, അയാളുടെ കാർട്ടൽ, മയക്കുമരുന്ന് ശൃംഖലയുടെ പേര് മെഡല്യൻ കാർട്ടൽ എന്നാണ്. കുപ്രസിദ്ധമാണത് ആഗോളതലത്തിൽ തന്നെ. മെഡല്യൻ കാർട്ടൽ ആണ് ഈ യൂറിബയുടെ അമ്മ ഡയാൻ ടർബെ എന്ന് പറഞ്ഞ പത്രപ്രവർത്തകയെ റാഞ്ചിയത്. എന്നിട്ട് അവർ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഭരണകൂടം, പോലീസ് നടത്തുന്നതിൻ്റെ ഇടയ്ക്കാണ് അവർ കൊല്ലപ്പെട്ടത് 1991. 1990കളിൽ ഈ എസ്കോബാറിൻ്റെ സംഘം ഇതുപോലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളെയൊക്കെ വെടിവെക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ 1990s ശേഷം, 1990കൾക്ക് ശേഷം ഒരു വളരെ അറിയപ്പെടുന്ന ആളെ, ശ്രദ്ധേയനായ രാഷ്ട്രീയ നേതാവിനെ ഇങ്ങനെ വധിക്കാൻ ശ്രമിക്കുന്നത് ആദ്യമാണ്. ഒതുങ്ങി നിന്നാണ്, ഒരു 30 കൊല്ലത്തോളം ഒതുങ്ങി നിന്നതാണ് ഇപ്പോൾ വീണ്ടും അങ്ങനെ കൊളംബിയയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ
തലയിലും പുറകുവശത്തും വലിയ പരിക്കുകളുണ്ട്. ഇത് ഈ 5 സ്ഥാനാർത്ഥികൾ ഇദ്ദേഹമല്ലാതെ ഈ പ്രസിഡൻ്റാകാൻ വേണ്ടി ഇപ്പോൾ മത്സരരംഗത്തുണ്ട്. ഒന്ന് ലൂയി മൊറില്ലോ, അദ്ദേഹം വിദേശകാര്യമന്ത്രിയാണ്. 2 വിക്കി ദേവിയ, അവർ പത്രപ്രവർത്തകയാണ്. 3 ക്ലോദിയ ലോപ്പസ്, അവർ ബൊഗോട്ടയിലെ മുൻ മേയറാണ്. 4-മത്തത് ഡേവിഡ് സാഞ്ചസ്, സെനറ്ററാണ്, ഇപ്പോൾ പഴയ മുൻ മന്ത്രിയുമാണ്. 5 ജുവാൻ ഒവീഡിയോ. ഇങ്ങനെ ഇത്രയും സ്ഥാനാർത്ഥികളുണ്ട്. ഇപ്പോൾ 6-മത്തെ സ്ഥാനാർത്ഥി ആണിപ്പോൾ ഈ മരണവുമായി മല്ലടിച്ച് ആശുപത്രിയിൽ കഴിയുന്നത്. 2026 മെയ്, അടുത്ത കൊല്ലം മെയ്യിലാണ് കൊളംബിയയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. അതിൻ്റെ പ്രചാരണമാണ്, ആദ്യ ഘട്ട പ്രചാരണം ആണ് ഇപ്പം നടക്കുന്നത്. 2022 ആണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ പ്രസിഡൻ്റായിട്ട് വരുന്നത്. 2-മത്തെ ഊഴമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ 2 ഊഴം കഴിഞ്ഞതുകൊണ്ട് പെട്രോയ്ക്ക് ഇനി മത്സരിക്കാൻ പറ്റില്ല. 2022 തന്നെ ആദ്യ റൗണ്ട് വോട്ടെണ്ണുമ്പോൾ ഈ ഒരാൾക്കും 50% വോട്ട് കിട്ടിയില്ല. 50% വോട്ട് കിട്ടിയാലേ പ്രസിഡൻ്റ് ആവുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ 2-മത് വീണ്ടും പെട്രോയും റോഡിൽഫോ ഹെർണാണ്ടസ് ഷാവേസ്, അവർ രണ്ടുപേരും തമ്മിൽ മത്സരം വന്നു കഴിഞ്ഞപ്പോൾ 50% ഈ പെട്രോയ്ക്ക് കിട്ടി. പക്ഷെ അത് ഇവിടെയൊക്കെ പറയുന്ന പോലത്തെ ബൂത്ത് പിടുത്തം തുടങ്ങിയ പരിപാടികളിൽ കൂടിയാണ് പെട്രോയ്ക്കെതിരെ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ, കുംഭകോണങ്ങൾ ഒക്കെ ഉണ്ട്. 1810 കൊളംബോ സ്വതന്ത്രമായ ശേഷം ആദ്യത്തെ ഇടതുപക്ഷ പ്രസിഡൻ്റാണ് പെട്രോ. അപ്പോൾ 2-ാം റൗണ്ടിൽ അയാൾക്ക് 58.17 വോട്ട് കിട്ടി. അങ്ങനെയാണ് ജയിച്ചത്. പക്ഷേ ഈ അസാധുക്കളുടെ ഒരുപാട് റെക്കോർഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആരെയും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നർത്ഥം. ഒരുപാട് വോട്ടുകൾ അസാധുവായിരുന്നു. പെട്രോ ആണെങ്കിൽ ധാരാളം കുംഭകോണങ്ങളിൽ പെട്ടു ഈ പ്രസിഡന്റ് കാലയളവിൽ. അതിൽ പ്രധാനമാണ് ഈ നാനി ഗേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കുംഭകോണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെനസ്വേലയിലെ കൊളംബോയുടെ സ്ഥാനപതി അർമാൻഡോ ബെനഡിറ്റി, അയാൾ ഈ പെട്രോയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് 30 വയസ്സുള്ള ലോറ സെറാബിയുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ ചോർന്നു. ആ ഫോൺ സംഭാഷണങ്ങളിൽ പറയുന്നത് ഈ പെട്രോയുടെ എതിർ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നല്ലോ, പ്രസിഡന്റ് സ്ഥാനാർത്ഥി, അവരെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് കുറേ ഫണ്ട് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ് ആ സംഭാഷണത്തിലുള്ളത്. മറ്റേ എതിർ സ്ഥാനാർത്ഥികളൊക്കെ ശരിയാക്കാൻ, ആരോപണ മുനകളിൽ നിർത്തുക, പെണ്ണ് കേസ് ഉണ്ടാക്കുക, ഇതിനൊക്കെ നമുക്ക് ഫണ്ട് ശരിയാക്കാം എന്നൊക്കെ പറയുന്ന ഫോൺ സംഭാഷണമാണ്. എന്നിട്ട് 2 പേരും രാജിവെക്കേണ്ടി വന്നു. പക്ഷേ ഈ കൊല്ലം പെട്രോ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം മന്ത്രിസഭാംഗങ്ങളെ മാറ്റി, ചീത്തപ്പേരൊക്കെ ഒഴിവാക്കാൻ. എന്നിട്ട് ഈ കുഴപ്പത്തിൽപ്പെട്ട 2 പേരുണ്ടല്ലോ, അവരെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നു. ആ ലോറയെ, സ്ത്രീയെ, അവരെ പിടിച്ച് വിദേശകാര്യമന്ത്രിയാക്കി. 30 വയസ്സ്. മറ്റേ ആളെ, ആ സ്ഥാനപതിയായിരുന്നില്ലേ വെനസ്വേലയിലെ, അയാളെ പിടിച്ചിട്ട്, ബെനഡിറ്റിയെ പിടിച്ചിട്ട് ചീഫ് ഓഫ് സ്റ്റാഫ് ആക്കി. അങ്ങനെ 2 പേർക്കും വലിയ സ്ഥാനം കൊടുത്തു. മകൻ, പെട്രോയുടെ മകൻ കള്ളപ്പണ ഇടപാടിൽപ്പെട്ടിട്ട് അറസ്റ്റിലായി. അതും ഈ കുംഭകോണമൊക്കെ ആയിട്ട്, തെരഞ്ഞെടുപ്പ് കുംഭകോണമായിട്ട് ബന്ധപ്പെട്ട കള്ളപ്പണം തന്നെ. അപ്പോൾ യൂറിബെ ഇപ്പോൾ വെടിയേറ്റയാൾ 2022 മുതൽ സെനറ്ററാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പ്രതിപക്ഷത്തു നിന്ന് ഒരാൾ അധികാരത്തിലേക്ക് വരും എന്നുള്ളതിനെ തടസ്സപ്പെടുത്താൻ ഇനി ഭരണപക്ഷിയിലുള്ള ആളുകളുടെ ഒരു സ്വാധീനം ഉണ്ടാവില്ലേ? അതാണ് സംശയം. കാരണം ഇപ്പോൾ ആര് എന്ത് മോട്ടീവ് ഒന്നും വ്യക്തമല്ല. 15 വയസ്സുള്ള പയ്യന് ഈ യൂറിബോയോട് പ്രത്യേകിച്ച് വിരോധമൊന്നും തോന്നേണ്ട കാര്യമില്ല. അത്രയും രാഷ്ട്രീയ ബോധത്തിലേക്കൊന്നും വന്നിട്ടുണ്ടാവില്ല. പിന്നെ 15 വയസ്സുള്ളൊരു പയ്യനെ ഈ മയക്കുമരുന്ന് സംഘങ്ങൾ ഉപയോഗിക്കുമോ, അതും സംശയമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഭരണകക്ഷി പെട്രോയുടെ ആരെങ്കിലും
ഒന്നാമത് കൊളംബിയ ഇതുപോലെ ധാരാളം ഡ്രഗ് കാർട്ടലുകൾ ഇല്ലേ, ധാരാളം ഉള്ളതാണ്. നമ്മൾ സിറിയയിൽ നിന്ന് കൊട്ടത്താപ്പിന് ഇല്ലേ കുത്തക, മയക്കുമരുന്നിന്റെ കുത്തകയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനും കൊളംബോ ഒക്കെ ആയിട്ട് ഇല്ലേ വലിയ ബന്ധം പണ്ട് പോലെ കേൾക്കുന്നതാണല്ലോ കൊളംബോയിലെ കൊളംബിയയിലെ ഡ്രഗ് കാർട്ടൽ എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ കുപ്രസിദ്ധമായ ഡ്രഗ് കാർട്ടലുകളാണ്. അപ്പോൾ ആരാണ് ഈ വെടിവെച്ചിരിക്കുന്നത് എന്നുള്ളത് ഇനിയുള്ള മണിക്കൂറുകളിൽ ഇനിയും ഈ വിഷയം വരുമല്ലോ. അതെ, അപ്പോൾ നമുക്ക് വ്യക്തം. അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ചെയ്തിട്ടില്ല, കാര്യത്തിൽ സംശയമൊന്നുമില്ല. തലക്കാണ് വെടിവെച്ചിരിക്കുന്നത്. അതൊക്കെ വെടിവെച്ച് നല്ല പരിശീലനമൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.